ചെർപ്പുളശ്ശേരി നഗരസഭയിലെ പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റിനെ എതിർത്ത് പ്രതിപക്ഷം. ഒട്ടും പ്രായോഗികമല്ലാത്ത പദ്ധതികളും കാഴ്ചപ്പാടുമാണ് ബജറ്റിലേതെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ചർച്ചയിൽ പറഞ്ഞു. എന്നാൽ എല്ലാ മേഖലയെയും സ്പർശിക്കുന്ന ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ബജറ്റാണിതെന്ന് ഭരണപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. ബജറ്റിലെ പല പദ്ധതികളും ആവർത്തനവും പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയാത്തതുമാണെന്നായിരുന്നു പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രധാന ആക്ഷേപം. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പല വിഷയങ്ങളും ബജറ്റിൽ പരാമർശിച്ചിട്ടില്ല. കോടികളുടെ കണക്ക് പറയുമ്പോഴും ഫണ്ട് എങ്ങനെ എന്നത് സംബന്ധിച്ച കൃത്യമായ കാഴ്ചപ്പാട് ബജറ്റിൽ ഇല്ല എന്നും പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. ബജറ്റിനെ എതിർക്കുന്നതായി പ്രതിപക്ഷ നേതാവ് കെ.എം. ഇസാഖ് ചർച്ചയിൽ പറഞ്ഞു. ഞാൻ നിരവധിയായ ബജറ്റ് പ്രസംഗങ്ങളിൽ ഇടപെട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അതൊക്കെ പറയുന്നത് തന്നെയാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ കുറെ അനുമാനങ്ങളുടെയും കുറെ പ്രതീക്ഷകളുടെയും കുറെ ആഗ്രഹങ്ങളുടെയും ഒക്കെ വരവ് ചെലവ് കണക്കുകളുടെ ഒരു സംഗ്രഹം സാങ്കേതികമായി അവതരിപ്പിക്കേണ്ടത് കൊണ്ട് കൗൺസിൽ കൂടി അവതരിപ്പിച്ചു എന്നതൊഴിച്ചാൽ വർത്തമാനകാലം ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ നിരവധി കാലമായി നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ഒട്ടേറെ കാര്യങ്ങളെ ഇനിയും അഡ്രസ് ചെയ്യാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെ എതിർക്കുകയാണ്. ശൂന്യമായ പാത്രം ശബ്ദം കൂടുതലാക്കും എന്ന പഴമൊഴി നമുക്ക് പരിചിതമാണ്. ഈ വാക്കുകൾ വെറും ഒരു ചൊല്ലല്ല, ഭരണത്തിന്റെ യാഥാർത്ഥ്യം കാണിക്കുന്ന കണ്ണാടിയാണ്. വരുമാനം കുറവായിരിക്കുമ്പോഴും പ്രഖ്യാപനങ്ങളുടെ ശബ്ദം മുഴങ്ങും. അക്കങ്ങളിൽ ഉറപ്പില്ല എങ്കിലും വാക്കുകളിൽ ആത്മവിശ്വാസം നിറയുന്നു. ശബ്ദം കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് ഉള്ളടക്കം കൂടുതലാണ് എന്ന് കരുതാനാവില്ല. ഉറച്ച സാമ്പത്തിക അടിത്തറ ഇല്ലാതെ വികസനത്തിന്റെ മുഴക്കം വെറും പ്രതിധ്വനി മാത്രമായിരിക്കും എന്നാണ് പൊള്ളയായ ഈ ബജറ്റിനെ കഴിഞ്ഞ കൗൺസിലിൽ ഇത് കേട്ടപ്പോൾ ആധികാരികമായി പറയാനുള്ളത്. എന്നാൽ എല്ലാ മേഖലയെയും സ്പർശിക്കുന്ന ബജറ്റാണിതെന്ന് ഭരണപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. അംഗനവാടി കുട്ടികൾ മുതൽ വയോജനങ്ങളുടെ സംരക്ഷണം വരെ ഉറപ്പാക്കുന്ന പദ്ധതികൾ ബജറ്റിലുണ്ട്. ആരോഗ്യ ക്ഷേമരംഗത്തും ഒട്ടനവധി പുതിയ പദ്ധതികൾ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഒപ്പം വികസന രംഗത്തും കാർഷിക രംഗത്തുമെല്ലാം മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നുമാണ് ബജറ്റിലെ പദ്ധതികളെന്നും ഭരണപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. ഉൽപാദന മേഖല തൊട്ട് ചെർപ്പുളശ്ശേരിയുടെ സേവന മേഖല വരെയുള്ള ഓരോ വ്യക്തിയുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങി എല്ലാ മേഖലയിലും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് മുഖ്യധാരയിൽ നിന്നും പിറകോട്ട് നിൽക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ഓരോ മനുഷ്യരെയും തൊട്ട് തലോടുന്ന രീതിയിലുള്ള ഒരു വാർഷിക ബഡ്ജറ്റാണ് ഇവിടെ അവതരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ബഡ്ജറ്റിൽ എന്നെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്, ഈ നേരത്തെ പറഞ്ഞ ഉൽപാദന മേഖല മുതൽ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ സൂചിപ്പിക്കുന്നതുകൊണ്ട് ആ മേഖലയിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ചെർപ്പുളശ്ശേരിയുടെ നഗര നവീകരണം കഴിഞ്ഞ് ഏറ്റവും വലിയ പ്രതീക്ഷയോടുകൂടി ചെർപ്പുളശ്ശേരിയിലെ 45,000-ലധികം വരുന്ന ജനസംഖ്യ ഉൾപ്പെടുന്ന നമ്മുടെ ഞാനും നിങ്ങളും ഉൾപ്പെടെ പ്രതികരിക്കുന്ന 33 ഡിവിഷനുകളിൽ നിന്നും ഉൾപ്പെടുന്ന ഓരോ മനുഷ്യനും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ബഡ്ജറ്റിനെ നോക്കിക്കാണുന്നത്. നമ്മുടെ വളരെ മാതൃകാപരമായിട്ടുള്ളൊരു ബഡ്ജറ്റാണ് തൊട്ട് ഇന്നലെ പദ്ധതിയുമായി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ ശ്രദ്ധ പിടിച്ചൊരു ബഡ്ജറ്റ് എന്ന രീതിയിൽ എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളെ തൊട്ട് ശിശുക്കൾ, കുട്ടികൾ ഉൾപ്പെടെ വനിതകൾ, വയോജനങ്ങൾ തുടങ്ങി നമ്മുടെ നാടിനകത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും ആശ്വാസകരമായിട്ടുള്ളൊരു ബഡ്ജറ്റായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾക്ക് മേലെ നികുതി വർധനവ് അടിച്ചേൽപ്പിച്ച് നമ്മളത് സാമ്പത്തികം കണ്ടെത്തുന്ന ഒരു ബഡ്ജറ്റ് അല്ല എന്നൊരു തിരിച്ചറിവും കൂടി ഈ ഒരു ബഡ്ജറ്റ് നമുക്ക് ശ്രദ്ധയാണ്. ചില പദ്ധതികൾ കൂടി ചേർക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ വെൽഫെയർ പാർട്ടി കൗൺസിലർ സമീറ ഗഫൂർ ബജറ്റിനെ അംഗീകരിച്ചു. ഏക BJP കൗൺസിലർ P. ജയൻ പദ്ധതികളുടെ നടത്തിപ്പിൽ പ്രായോഗികമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും ബജറ്റിനെ ഭാഗികമായി അംഗീകരിക്കുന്നതായി ചർച്ചയിൽ പറഞ്ഞു. എന്തായാലും അവതരിപ്പിക്കപ്പെട്ട ബജറ്റ് പഠിക്കാൻ സമയം ലഭിച്ചിട്ടില്ല എങ്കിൽ കൂടി മനസ്സിലാക്കിയ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ പതിവ് പോലെ തന്നെ നടക്കും നടക്കില്ല എന്നാണെന്ന് കേട്ടിട്ടുണ്ട്. പതിവ് പോലെ തന്നെ ഒരുപാട് മികച്ച നിർദ്ദേശങ്ങളൊക്കെ ഈ ബജറ്റിനകത്തുണ്ട്. പൂർണ്ണമായിട്ട് ഞാൻ ഈ ബജറ്റിനെ തള്ളിക്കളയുന്നില്ല. പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. Niva Gold, Diamonds and Platinum, Cherpulasheri and Ottapalam.